നമ്മൾ ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്. അതിൽ കാർബോഹൈഡ്രേറ്റിന്റെ കുറച്ച് ഡൈജഷനൊക്കെ നമ്മുടെ മൗത്ത് റീജിയനിൽ നടക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഫുഡിന്റെ നമ്മൾ ചൂവിങ് ഓഫ് ദ ഫുഡ് ആൻഡ് ദ മൂവ്മെന്റ്സ് ഓഫ് ദ സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻ, ഇതൊക്കെയാണ് ഫുഡിന്റെ ആ ഡൈജഷനെയും അബ്സോർഷനെയും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇത്. ഇനി നമ്മൾ മൗത്ത് എടുത്തു കഴിഞ്ഞാൽ മൗത്തിന്റെ ഉള്ളിൽ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈം ഒന്നുമില്ല. നമുക്കറിയാം സലൈവറി അമലൈസിന്റെ കേസ് അറിയാം. സലൈവറി അമലൈസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സലൈവ ദർ ഇസ് നോ ഫാറ്റ് ലിപ്പേസും ഇല്ല, പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈം ഒന്നും തന്നെ ഇല്ല. അപ്പൊ പ്രോട്ടിയോലൈസിസ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓർ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നടക്കുന്നത് സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയിലും വെച്ചാണ്. ദർ ഇസ് നോ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ ദ മൗത്ത്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു സ്റ്റൊമക്കിലേക്ക് പ്രോട്ടീൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ when the proteins enter the stomach they will be stimulating the secretion of the hormone called gastrin. നേരത്തെ നമ്മൾ ഹോർമോണൽ കൺട്രോൾ ഓഫ് ഡൈജഷനെ കുറിച്ച് പഠിച്ചപ്പോൾ ഗാസ്ട്രിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ പ്രോട്ടീൻ സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോഴേക്കും സ്റ്റൊമക്കിൽ നിന്ന് ഗാസ്ട്രിൻ എന്ന് പറഞ്ഞ അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഗാസ്ട്രിന്റെ റോൾ എന്താണ്? ഗാസ്ട്രിൻ വിൽ ബി സ്റ്റിമുലേറ്റിംഗ് ദ സെക്രീഷൻ ഓഫ് HCl. നമ്മുടെ പാരീറ്റൽ സെല്ലിൽ നിന്ന് HCl പെപ്സിനോജനും സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി കാരണമാവും. അപ്പോൾ ഇവിടെയാണ് സ്റ്റൊമക്കിൽ വെച്ചാണ് അപ്പോൾ പ്രോട്ടീൻ്റെ ഒരു ഇത് വരുന്നത്. സ്റ്റൊമക്കിൽ പ്രോട്ടീൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗാസ്ട്രിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഗാസ്ട്രിൻ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ റിലീസ് ഓഫ് HCl ആസ് വെൽ ആസ് പെപ്സിനോജൻ. ഇനി അടുത്ത നമ്മള് സ്റ്റൊമക്കിന്റെ ഗാസ്ട്രിക് ജ്യൂസ് ഹൈലി അസിഡിക് ആണ്. 1.5 to 2.5 എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക എത്രമാത്രം ഹൈലി അസിഡിക് ആണ് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അസിഡിക് pH ഒരു ആന്റിസെപ്റ്റിക് ആക്ഷൻ ഉണ്ട്. അത് ബാക്ടീരിയനെയും മറ്റുള്ള മൈക്രോ ഓർഗാനിസത്തെയൊക്കെ കില്ല് ചെയ്യാനായിട്ട് ഈ അസിഡിക് pH വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഡയറ്ററി പ്രോട്ടീൻ, നമ്മൾ കഴിക്കുന്ന ഫുഡിനുള്ളിൽ എന്തെങ്കിലും പ്രോട്ടീൻ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡീനേച്ചർ ചെയ്യുക, പ്രോട്ടീനെയൊക്കെ നശിപ്പിച്ച് കളയുക. അതിനു വേണ്ടിയുള്ള ഒരു ഇത് കൂടി ഒരു റോളും കൂടി ഈ ഹൈലി അസിഡിക് ആയിട്ടുള്ള ഗാസ്ട്രിക് ജ്യൂസിന് ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻ പ്രസൻസ് ഓഫ് HCl പെപ്സിനോജൻ ഈസ് കൺവെർട്ടഡ്. പെപ്സിനോജൻ എന്ന് ഇവിടെ നോക്കിയേ, ഗാസ്ട്രിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് HCl-ഉം പെപ്സിനോജനുമാണ്. പെപ്സിനോജൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇനാക്റ്റീവ് ഫോം ആണ്. സോ ഹൈഡ്രോക്ലോറിക്കിന്റെ സാന്നിധ്യത്തിൽ ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് the inactive form called pepsinogen will be converted into an active enzyme called pepsin. പെപ്സിൻ ആണ് ആക്ച്വലി ഒരു പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജഷന് കാരണമാവുന്നത്. പക്ഷെ അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഇനാക്റ്റീവ് ഫോമിലാണ്. ആ ഇനാക്റ്റീവ് ഫോമിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന പെപ്സിനോജനെ പെപ്സിൻ എന്ന് പറഞ്ഞ ആക്റ്റീവ് ഫോമായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി എന്താണ് ഈ പെപ്സിൻ എന്ന് പറയുന്നത് എൻഡോപെപ്റ്റിഡേസ് ആണ്. അതായത് അതിന് ഈ പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യുന്ന, അകത്തുനിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന, അതായത് ടൈറോസിൻ, ഫിനൈൽ അനലൈൻ, ട്രിപ്റ്റാഫാൻ എന്നുള്ള അമിനോ ആസിഡ് ഉള്ള റീജിയനിൽ ഈ പെപ്സിൻ ആക്ട് ചെയ്ത് അവിടെ വെച്ച് കട്ട് ചെയ്യും. എല്ലായിടത്തും കയറിയ തോന്നുന്ന പോലെ കട്ട് ചെയ്യുന്നില്ല. ചില 3-4 അമിനോ ആസിഡ് എവിടെയൊക്കെ ഉണ്ടോ ആ അമിനോ ആസിഡ് ഉള്ള ഭാഗത്ത് മാത്രമായിട്ട് മുറിക്കുന്നു. അതിനാണ് എൻഡോപെപ്റ്റിഡേസ്. അകത്ത് അത് ഒരു അമിനോ ആസിഡ് ചെയിൻ്റെ ഒരറ്റത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സോപെപ്റ്റിഡേസ് എന്ന് പറയുന്നത്. അമിനോ ആസിഡിന്റെ എവിടെയെങ്കിലും സെന്ററിലാണ് കട്ട് ചെയ്യണമെങ്കിൽ അതിനെ എൻഡോപെപ്റ്റിഡേസ് എന്ന് പറയാം. ഇവിടെ ഫിനൈൽ അനലൈൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് എവിടെയൊക്കെ കാണുന്നു അവിടെ വെച്ച് ഒരു കത്രിക വെക്കും. അതാണ് ഈ എൻഡോപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ ഒരു പ്രത്യേകത. ഇനി സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രോട്ടീൻ എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്? പ്രോട്ടീൻ വിൽ ബി ഫസ്റ്റ് കൺവെർട്ടഡ് ഇൻടു മെറ്റാ പ്രോട്ടീൻ, കുറച്ചും കൂടി, ദെൻ പ്രോട്ടിയോൺസ് എന്നായിട്ട് കൺവെർട്ട് ചെയ്യുന്നു, കുറച്ചും കൂടി ചെറിയ പ്രോട്ടീൻ യൂണിറ്റ്സ്. ദെൻ അതിന്റെയും ചെറിയ യൂണിറ്റ്സ് ആണ് പെപ്റ്റോൺസ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ യൂണിറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ്സ്. അപ്പൊ പ്രോട്ടീൻ ഡൈജഷനിൽ ഈ ഒരു സ്റ്റെപ്പാണ്. പ്രോട്ടീൻ ഈസ് ഫസ്റ്റ് കൺവെർട്ടഡ് ഇൻടു സ്മോളർ പ്രോട്ടീൻ, ദെൻ ഇൻടു സ്റ്റിൽ സ്മോളർ പ്രോട്ടീൻ ഓൺ എ പ്രോട്ടിയോൺ, then it will be converted into fine protein units known as a peptide, and then it will again convert the smallest unit called the peptide. ഈ ഒരു രീതിയിലാണ് ഈ പ്രോട്ടീൻ ഡൈജഷൻ നടന്നു പോകുന്നത്. ഇനിയും പ്രോട്ടീനിൽ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ when the food passes the stomach to small intestine, ഫുഡ് സ്റ്റൊമക്ക് എന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോഴേക്കും
The low pH of the small intestine പ്രത്യേകത സ്റ്റൊമക്കിലുള്ള ഒരു പ്രത്യേകത കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ ഫുഡ് ഗാസ്ട്രിക് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, HCl-ആയിട്ട് മിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഫുഡ് ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോഴും അസിഡിക് തന്നെയാണ്. ഈ അസിഡിക് നേച്ചർ ഇത് will be stimulating the secretion of a hormone known by the secretin. Secretin എന്ന് പറഞ്ഞൊരു അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് അസിഡിക് ഫുഡ് ആയിട്ട് അസിഡിക് ആയിട്ടുള്ള ഫുഡ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തുന്നു. സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോൾ അത് അവിടെ ഒരു ഹോർമോൺ, ആ ഹോർമോണിന്റെ പേരാണ് സെക്രീറ്റിൻ. സെക്രീറ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിന്റെ സെക്രീഷന് കാരണമാവുന്നു. അപ്പോൾ ഈ ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? ദിസ് ഹോർമോൺ സ്റ്റിമുലേറ്റ് പാൻക്രിയാസ് ടു സെക്രീറ്റ് ബൈകാർബണേറ്റ്. ബൈകാർബണേറ്റ് എന്ന് പറയുന്ന സെക്രീറ്റ് ചെയ്യാൻ കാരണമാവുന്നു. ഈ ബൈകാർബണേറ്റിന്റെ റോൾ എന്താണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തിയ ഫുഡ് സ്റ്റൊമക്കിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് അത് ഹൈലി അസിഡിക് ആണ്. ഈ ഹൈലി അസിഡിക് ആയ ഈ ഒരു ഫുഡിനെ ന്യൂട്രലൈസ് ചെയ്യണം. ആ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ബൈകാർബണേറ്റ് അയോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആ ബൈകാർബണേറ്റ് അയോണിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് സെക്രീറ്റിൻ എന്ന് പറയുന്നത്. സോ ഗാസ്ട്രിൻ സെക്രീറ്റഡ് ഇൻ ദ stomach, secretin is secreted in the small intestine. അപ്പോൾ secretion of bicarbonate ion in the intestine raises the pH from 2.5 to 7. നോക്കുക, 2.5 എന്ന് പറഞ്ഞാൽ ഹൈലി അസിഡിക് ആയ ഫുഡിനെ സഡൻ ആയിട്ട് തന്നെ പെട്ടെന്ന് ന്യൂട്രൽ pH അല്ലെങ്കിൽ 7 7 മുകളിലായിട്ടുള്ള ഒരു pH ആയിട്ട് മാറ്റുന്നു. അതിന് കാരണം ഈ ബൈകാർബണേറ്റ് അയോൺസിന്റെ ഈ ഒരു ന്യൂട്രലൈസിങ് ഏജന്റ്. ബൈകാർബണേറ്റ് അയോൺസ് എന്ന് പറയുന്നത് ആൽക്കലൈൻ അയോൺസ് ആണ്. സോ ഈ ആൽക്കലൈൻ അയോൺസ് ഫുഡിന് അസിഡിക് അയോൺസ് ചെയ്യുന്ന ആൽക്കലൈൻ അയോൺസ് ആയിട്ട് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് മാറ്റുന്നു. ദെൻ എൻട്രി ഓഫ് ദ അമിനോ ആസിഡ് ഇൻ ദ ഡുവോഡിനം, സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോഴേക്കും റിലീസസ് അനദർ ഹോർമോൺ നോൺ ബൈ കോളിസിസ്റ്റോകൈനിൻ. Cholecystokinin will be triggering the release of pancreatic juice. Pancreatic juice secrete കാരണമാവും. അപ്പൊ അതാണ് സെക്കൻഡ് നെക്സ്റ്റ് ഹോർമോൺ എന്ന് പറയുന്നത്, തേർഡ് ഹോർമോൺ എന്ന് പറയുന്നത് cholecystokinin. So promote or trigger the release of pancreatic juice. Pancreatic juiceൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്? ട്രിപ്സിനോജൻ ഉണ്ട്, കൈമോട്രിപ്സിനോജൻ ഉണ്ട്, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ഉണ്ട്. ഇങ്ങനെ 3 സബ്സ്റ്റൻസ് ആണ് ഇതിന്റെ അവിടെ കാണപ്പെടുന്നത്. ആൻഡ് അത് ആ എൻസൈംസ് അതാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ്. കൈമോട്രിപ്സിനോജൻ, ട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇതെല്ലാം ഇനാക്റ്റീവ് ഫോമിലാണ്. അതാണ് സൈമോജൻ, ഇനാക്റ്റീവ് എൻസൈംസ് ആണ്. ഈ ഇനാക്റ്റീവ് എൻസൈംസിനെ ആക്റ്റീവ് എൻസൈംസ് ആയിട്ട് കൺവെർട്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നടക്കുന്നത്. സോ എന്താണ് സബ്സിക്വന്റ് ടു ദി എൻട്രി ഓഫ് ട്രിപ്സിനോജൻ ഇൻ ടു സ്മോൾ ഇൻഡസ്റ്റൈൻ. ട്രിപ്സിനോജൻ എവിടെ നിന്നാണ് വരുന്നത്? പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇവിടെ നേരത്തെ നോക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇനാക്റ്റീവ് എൻസൈമാണ് ട്രിപ്സിനോജൻ. മറ്റൊരു ഇനാക്റ്റീവ് എൻസൈമാണ് കൈമോട്രിപ്സിനോജൻ. മൂന്നാമത്തെ ഇനാക്റ്റീവ് എൻസൈമാണ് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. അങ്ങനെ 3 ഇനാക്റ്റീവ് എൻസൈംസ് പാങ്ക്രിയാറ്റിക് ജ്യൂസിലുണ്ട്. അതിനെല്ലാം ആക്റ്റീവ് എൻസൈംസ് ആയിട്ട് മാറ്റണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത്. Subsequent to the entry of trypsinogen into the small intestine, it is activated to the trypsin by the action of enterokinase. Intestinal cells നിന്ന് പുറത്തോട്ട് വരുന്ന enterokinase എന്ന് പറഞ്ഞ ഒരു എൻസൈം ഈ ട്രിപ്സിനോജനെ ആക്റ്റീവ് ഫോം ഓഫ് ദ എൻസൈം നോൺ ബൈ ട്രിപ്സിൻ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ട്രിപ്സിൻ ആണ് ആക്ച്വലി പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് ഡൈജഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ് നടക്കുന്നത്. സോ ട്രിപ്സിൻ ഈസ് ഫോംഡ് ഫ്രം ട്രിപ്സിനോജൻ by the removal of hexapeptidase from N-terminal. and ബയോകെമിസ്ട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആവുന്നത്? അതിന് ഈ ഒരു എൻഡറോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം സെക്രീറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന്റെ ഒരു അറ്റത്ത് നിന്ന് ഒരു എക്സാപെപ്റ്റൈഡ് 6 മോളിക്യൂൾ ഉള്ള എക്സാപെപ്റ്റൈഡിനെ റിമൂവ് ചെയ്യുന്നു. N-terminal എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. then it will be converted into an active enzyme known as trypsin. ഇനി the newly formed trypsin that will be activating the remaining ഒരു ട്രിപ്സിൻ കുറച്ചായിട്ട് കൺവെർട്ട് ചെയ്യണം. അതായത് 100% ഒരു 100 യൂണിറ്റ് ട്രിപ്സിൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് യൂണിറ്റിനെ ട്രിപ്സിനോജൻ ട്രിപ്സിനായിട്ട് കൺവെർട്ട് ചെയ്യുന്നത് എൻഡറോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അപ്പൊ കുറച്ച് എൻഡറോകൈനേസ് കുറച്ച് ട്രിപ്സിൻ ഫോം ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ട്രിപ്സിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രിപ്സിൻ ബാക്കിയുള്ള ട്രിപ്സിനോജനിൽ ആക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ട്രിപ്സിനോജനെയും കൂടി ട്രിപ്സിൻ ആയിട്ട് കൺവെർട്ട് ചെയ്യും. ആ രീതിയിലാണ് ഇത് നടക്കുന്നത്. സോ ട്രിപ്സിൻ ഈസ് ഓൾസോ an എൻഡോപെപ്റ്റിഡേസ്. നേരത്തെ ഞാൻ പറഞ്ഞു എൻഡോപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡ് ചെയിനിന്റെ അകത്ത് ഇത് കട്ട് ചെയ്യുന്നതിനാണ് ഇത്. ആൻഡ് ദേ വിൽ ബി സ്പെസിഫിക് ഫോർ ദ പെപ്റ്റൈഡ് ബോണ്ട്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ അമിനോ ആസിഡ് ലൈക്ക് അർജിനിൻ, ഹിസ്റ്റിഡിൻ, ലൈസിൻ. ഈ 3 അമിനോ ആസിഡ് എവിടേക്കുണ്ടോ അവിടെയെല്ലാം കട്ട് ചെയ്യും.
അവിടെയെല്ലാം ഒരു സിസർ വെക്കുന്ന ഒരു എഫക്റ്റ് ആണ്, കട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ട്രിപ്സിൻ എന്ന് പറഞ്ഞത്. സോ ട്രിപ്സിനോജന്റെ റോൾ ഇതാണ്. wherever arginine, histidine, lysine, amino acids are found, they will be cutting that enzyme, cutting the chain at that place. അങ്ങനെയാണ് അമിനോ ആസിഡ് ചെയിൻ സ്മോളർ enzyme ആണ് കൈമോട്രിപ്സിനോജൻ. കൈമോട്രിപ്സിനോജൻ, ഈ കൈമോട്രിപ്സിനോജനെ ആക്റ്റീവ് ഫോമായ കൈമോട്രിപ്സിൻ ആയിട്ട് മാറ്റുന്നതും ട്രിപ്സിൻ എന്ന് പറഞ്ഞ എൻസൈം തന്നെ. സോ ട്രിപ്സിൻ എൻസൈം ഹാസ് ടു അണ്ടർ റോൾ. ഇറ്റ് വിൽ ബി ആക്ടിങ് അപ്പോൺ ദ കൈമോട്രിപ്സിനോജൻ. By acting upon the chymotrypsinogen, it will be converting chymotrypsinogen into active form known by the chymotrypsin. Chymotrypsin എന്ന് പറഞ്ഞ active form ആയിട്ട് മാറ്റുന്നു. And chymotrypsin is also an endopeptidase specific to aromatic amino acid, phenylalanine, tyrosine, tryptophan. അതായത് phenylalanine, tyrosine, tryptophan എന്ന് പറയുന്ന അമിനോ ആസിഡ് ഒരു ചെയിനിൽ എവിടെയുണ്ടോ അവിടെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. അതേസമയം ഇത് നോക്കിയേ, അർജിനിൻ, ഹിസ്റ്റഡിൻ, ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് എവിടെയുണ്ടോ അവിടെ കട്ട് ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് ട്രിപ്സിന്റെയും കൈമോട്രിപ്സിനോജന്റെയും ഒക്കെ ഒരു പ്രവർത്തന രീതി. ഇനി അടുത്തിവിടെ നോക്കുക, ട്രിപ്സിനോജൻ ആണ് ആക്റ്റീവ്. അത് ദാറ്റ് വിൽ ബി കൺവെർട്ടഡ് ഇൻടു ആക്റ്റീവ് ഫോം നോൺ ബൈ ട്രിപ്സിൻ. ട്രിപ്സിൻ എന്ന ആക്റ്റീവ് ഫോമിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്സിൻ ബാക്കിയുള്ള ട്രിപ്സിനോജനെ ആക്ട് ചെയ്തിട്ട് മൊത്തം ട്രിപ്സിനായിട്ട് മാറ്റുന്നു. Then trypsinogen മറ്റൊരു കാര്യം ചെയ്യേണ്ടതാണ്, ഇറ്റ് വിൽ ബി കൺവെർട്ടിങ് കൈമോട്രിപ്സിനോജൻ ഇൻടു കൈമോട്രിപ്സിൻ ആയിട്ട് മാറ്റുന്നു. പ്രോ ഇലാസ്റ്റേസ് എന്ന് പറഞ്ഞ ഇനാക്റ്റീവ് ഫോമിനെ ഇലാസ്റ്റേസ് എന്ന് പറഞ്ഞ ഫോമായിട്ട് മാറ്റുന്നു. പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ ട്രിപ്സിനോജൻ അതുകൊണ്ട് തന്നെ വലിയൊരു വൈഡ് റോൾ ഉണ്ട്. ട്രിപ്സിനോജൻ പല ജോലികളും ചെയ്യുന്നുണ്ട്. ബേസിക്കലി കൺവെർട്ടിങ് ദ ഇനാക്റ്റീവ് എൻസൈംസ് ഓഫ് കൈമോട്രിപ്സിനോജൻ എന്നും പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെയൊക്കെ അതിന്റെ ആക്റ്റീവ് ഫോം ആയിട്ട് മാറ്റുകയാണ്. ഇനി the carboxy peptidase secreted by pro carboxy peptidase is activated by ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ ഈ എൻസൈം ഒരു എൻഡോപെപ്റ്റിഡേസ് അല്ല, ഇറ്റ് ഈസ് എൻ എക്സോപെപ്റ്റിഡേസ്. ഒരു അറ്റത്തുനിന്ന് എവിടെയായിരിക്കും കട്ട് ചെയ്യുന്നത്. ദാറ്റ് ക്ലീവ്സ് അമിനോ ആസിഡ് ഫ്രം കാർബോക്സി ടെർമിനൽ എൻഡ്. അമിനോ ആസിഡ് ചെയിനിന്റെ കാർബോക്സി ഒരു എൻഡിനെ കാർബോക്സി എൻഡ് എന്നാണ് നമ്മൾ കാർബോക്സി ഗ്രൂപ്പ് ഉള്ള എൻഡിനെ നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നു. മറ്റേ അമിനോ ആസിഡ് എൻഡ് ഉള്ളതിന് അമിനോ എൻഡ് എന്ന് പറയുന്നു. അപ്പൊ കാർബോക്സി ഗ്രൂപ്പ് ഉള്ള എൻഡിനെ അല്ലെങ്കിൽ കാർബോക്സി ടെർമിനലിന്റെ ഭാഗത്തു നിന്നാണ് ഈ എക്സോപെപ്റ്റിഡേസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അമിനോ എൻസൈംസ് രണ്ട് രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന് എൻഡോപെപ്റ്റിഡേസ്, ഒരു ചെയിന്റെ നടുക്ക് കയറി കട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എൻഡോപെപ്റ്റിഡേസ്. ഏതെങ്കിലും ഒരു അറ്റത്താണ് കട്ടിങ് നടത്തുന്നതാണെങ്കിൽ എക്സോപെപ്റ്റിഡേസ്. അപ്പോൾ എക്സോപെപ്റ്റിഡേസിന്റെ ഒരു പ്രവർത്തന രീതി ആ രീതിയാണ്. ഗുഡ് എക്സാമ്പിൾ ഫോർ എക്സോപെപ്റ്റിഡേസ് ഇസ് എ കാർബോക്സി പെപ്റ്റിഡേസ്. Then aminopeptidase. Aminopeptidase is actually secreted in active form or pro-aminopeptidase. അതിനും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരം എൻസൈംസിനെയും ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് ആക്റ്റീവ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുന്നത് ട്രിപ്സിൻ തന്നെയാണ്, ട്രിപ്സിനോജൻ എന്നാണ്. ഇനി ഈ എക്സോപെപ്റ്റിഡേസിന്റെ റോൾ ഇത് തന്നെയാണ്. ഇറ്റ് വിൽ ബി കൺവെർട്ടിങ് അറ്റ് ദ അമിനോ ടെർമിനൽ എൻഡ്. Then dipeptidase act only on dipeptides. Then ആ ഡൈപെപ്റ്റൈഡ്സിനെ ആക്ടിവേറ്റ് രണ്ട് അമിനോ ആസിഡ് ചേർന്നാണ് ഡൈപെപ്റ്റൈഡ്. അങ്ങനെ ആ ഡൈപെപ്റ്റൈഡിനെ ബ്രേക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഡൈപെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈംസ്. അത് ഡൈപെപ്റ്റൈഡ്സ് ആക്ട്സ് ഓൺ ഡൈപെപ്റ്റൈഡ്സ്, പെപ്റ്റിഡസ് ആക്ട് ഓൺ ഡൈപെപ്റ്റൈഡ്സ് ആൻഡ് ഹൈഡ്രോളൈസ് ഇൻടു സ്മോളർ ടു ഇൻഡിവിജ്വൽ അമിനോ ആസിഡ്. ഇനിയും ഈ ഒരു ഇതിന്റെ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈമിന്റെ ആക്ഷനൊക്കെ ഈവൻ ആഫ്റ്റർ ദ ആക്ഷൻ ഓഫ് ദിസ് എൻസൈം most of the protein remain undigested. ഈ പറഞ്ഞ രണ്ട് മൂന്ന് എൻസൈം കൈമോട്രിപ്സിൻ, ട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ് ഇതൊക്കെ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈംസ് ആണ്. ഇതിന്റെ എല്ലാം പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടും പ്രോട്ടീനിൽ കുറച്ച് ഭാഗം ബാക്കി കിടക്കുന്നുണ്ടാവും. അതാണ് കൊളാജൻ, ഫൈബ്രിൻ. ഇതെല്ലാം നമ്മുടെ എക്സ്ക്രീഷൻ നമ്മൾ പുറത്തോട്ട് അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുകയാണ് സാധാരണ ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സ്റ്റൊമക്കിൽ എന്തെല്ലാം എൻസൈം ഉണ്ട്. പെപ്സിൻ ഉണ്ട്, പെപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻ ഉണ്ട്, സ്മോളർ പെപ്റ്റൈഡ്. ട്രിപ്സിന്റെ ആക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക്കൽ ആക്ട് ഓൺ പെപ്റ്റൈഡ് മോഡ് കോൺട്രിബ്യൂട്ടഡ് ബൈ അർജിനിൻ, ലൈസിൻ ആൻഡ് ഹിസ്റ്റഡിൻ. ആക്ടിവേറ്റ് ട്രിപ്സിനോജൻ ടു ട്രിപ്സിൻ. ആക്ടിവേറ്റ് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ടു കാർബോക്സി പെപ്റ്റിഡേസ്. പ്രോ ഇലാസ്റ്റേസ് ടു എലാസ്റ്റേസ്. പ്രോ അമിനോ പെപ്റ്റിഡേസ് ടു അമിനോ പെപ്റ്റിഡേസ്. അതൊക്കെയാണ് ട്രിപ്സിന്റെ ഫങ്ഷൻസ്. കൈമോട്രിപ്സിൻ എന്ന് പറഞ്ഞത് എന്താ? ഫിനൈൽ അലനൈൻ, ടൈറിൻ, ട്രിപ്റ്റോഫാൻ ഉള്ളതിന്റെ ഭാഗത്ത് കട്ട് ചെയ്യുന്നത്. കാർബോക്സി പെപ്റ്റിഡേസോ ഇലാസ്റ്റേസോ
കാർബോക്സി ടെർമിനൽ എൻഡിലുള്ള അമിനോ ആ ഭാഗത്ത് കട്ട് ചെയ്യുന്നു. അമിനോ പെപ്റ്റിഡേസ് അമിനോ ഗ്രൂപ്പിന്റെ എൻഡിൽ കട്ട് ചെയ്യുന്നു. ഡൈപെപ്റ്റിഡേസ് എന്ന് പറയുന്നത് ഡൈപെപ്റ്റൈഡ്സിനെ കൺവെർട്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ അമിനോ ആസിഡ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് കാണാനുള്ളത്. ഇനി ഇവിടെയും ഒരു ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഡിസീസ് ഈസ് നോട്ട് സീലിയാക് ഡിസീസ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു റയർ ജനറ്റിക് ഡിസീസ് ആണ്. നേരത്തെ നമ്മൾ കൈലൂറിയ എന്ന് പറഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് the absence of they don't have an enzyme required to hydrolyze a protein glutamyl amino acid N-glutamyl amino acid എന്ന് പറയുന്ന ഒരു എൻസൈം അവരുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ദിസ് എൻസൈം intestinal enzymes are unable to digest water soluble protein. നമ്മുടെ വീട്ടിൽ കാണുന്ന ഗ്ലിയാഡിൻ എന്ന് പറഞ്ഞ വാട്ടർ സോലുബിൾ പ്രോട്ടീനെ കൺവെർട്ട് ചെയ്യാനുള്ള ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടാവില്ല. ആൻഡ് വിച്ച് ഈസ് ഇൻജൂറിയസ് ടു ദ സെൽസ്. അപ്പൊ അത് ഇൻഡസ്ട്രിയുടെ സെൽസിന് അത് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ അതാണ് അതാണ് ഈ ഒരു സീലിയാക് ഡിസീസിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഗ്ലിയാഡിൻ എന്ന് പറയുന്ന വീട്ടിൽ കാണുന്ന ഗ്ലിയാഡിൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് അവരുടെ ശരീരത്തിൽ ഇല്ല. N-glutamyl അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്ന ഗ്ലിയാഡിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ കൺവെർട്ട് ചെയ്യാനുള്ള എൻസൈംസ് ഇല്ല. അപ്പൊ അത് നമ്മുടെ സ്റ്റൊമക്കിനെയും ഇൻഡസ്ട്രിന്റെയും ഭിത്തികളെയൊക്കെ ഇഞ്ചുറീസ് ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നുണ്ട്. അതാണ് ഇൻ സം റയർ കേസസ് ഇനാക്റ്റീവ് സൈമോജൻ ഫോംസ് ഓഫ് എൻസൈം സ്റ്റോർഡ് ഇൻ ദ പാൻക്രിയാസ് പ്രീ മെച്യൂർഡ് ആക്റ്റീവ് ഫോംസ് ഇൻ ദ. അതായത് ചില കേസുകൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാൻക്രിയാസിൽ നിന്ന് വരുന്ന എന്താണ് ഇനാക്റ്റീവ് എൻസൈംസ് സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോഴാണ് ആക്റ്റീവ് ഫോമിലായിട്ട് വരുന്നത്. ചില അപൂർവം കേസിൽ ഈ എൻസൈംസിന്റെ ഇനാക്റ്റീവ് ഫോം പാൻക്രിയാസിൽ വെച്ച് തന്നെ ആക്റ്റീവ് ആവും. അതായത് ട്രിപ്സിനോജൻ എന്ന് പറയുന്നത് പാൻക്രിയാസിൽ ഇനാക്റ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. അത് പാൻക്രിയാസിൽ വെച്ച് തന്നെ ട്രിപ്സിനായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പാൻക്രിയാസിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെയുള്ള ഒരു അപൂർവം പ്രോസസ്സും ചില സമയത്ത് നടക്കാറുണ്ട്. ദെൻ അനദർ ആന്റഗോണിസ്റ്റ് കോൾഡ് ട്രിപ്സിൻ ഇൻഹിബിറ്റർ. ട്രിപ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസ് ആണ് ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അത്തരം മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരം ഡിസീസിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ചുള്ളത്. ഇത്രയാണ് നമ്മുടെ പ്രോട്ടീൻ ഡൈജഷന്റെയും പ്രോട്ടീൻ അബ്സോർപ്ഷന്റെയും കേസിൽ നമുക്ക് ഉള്ളത്.